വീണ്ടും സമരത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പുമായി അങ്കണവാടി ജീവനക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറപ്പ് മന്ത്രി പാലിക്കാത്തതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. ശമ്പള വർധനയടക്കമുള്ള വിഷയങ്ങളിൽ 3 മാസത്തിനകം പരിഹാരമുണ്ടാകുമെന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഉറപ്പിനെ തുടർന്ന് മാർച്ചിൽ സമരം പിൻവലിച്ചിരുന്നു. മിനിമം വേതനം 21,000 രൂപയാക്കണമെന്നാണ് അങ്കണവാടി ജീവനക്കാരുടെ ആവശ്യം. 3 മാസത്തിനകത്ത് ഇതിന് നമ്മളത് നോക്കിയിട്ട് ഇതൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു നടപടി ഇതുവരെയും സ്വീകരിച്ചില്ല. നമ്മളിപ്പോഴും ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജോലിഭാരം കൂടുതലാണ്, അതിനനുസരിച്ചുള്ള ശമ്പളം ആർക്കും കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് ഒരു പെൻഷനായവർക്ക് അതിനനുസരിച്ച് അവർ ഇത്രയും വർഷം സർവീസിലിരുന്നിട്ട് ഇപ്പോഴത്തെ വില നിലവാരം എല്ലാവർക്കും അറിയാം. ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് 400 രൂപയൊക്കെ വാർത്തയിൽ വന്നതാണ്. ഈ സർക്കാർ നമുക്ക് ശമ്പളം കൂട്ടി തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് 12,500 രൂപയെന്ന് പറഞ്ഞാൽ ഒന്നും ആകില്ല. അവർ സർക്കാർ പറയുന്ന ഏത് ജോലിയും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമുക്ക് ശമ്പളവും കൂടെ കൂട്ടി തന്നേ പറ്റുള്ളൂ. വിവരങ്ങളുമായി സ്വാന്തന സാജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന സാജു, കൂട്ടിയില്ലെങ്കിൽ സമരം അങ്ങനെ കടുപ്പിക്കുകയാണോ ഇപ്പോൾ? സുജയ, ഈ വർഷം മാർച്ച് ആദ്യവാരമായിരുന്നു അംഗനവാടി ജീവനക്കാർ INTUCയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നത്. ഇവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വേതന വർധനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. 12,500 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 21,000 രൂപയാക്കി ശമ്പളം ഉയർത്തണം. അതുപോലെ തന്നെ പെൻഷൻ ഇവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് 5 ലക്ഷം രൂപ നൽകണം. ഉത്സവബദ്ധ 1,200 രൂപയിൽ നിന്ന് 5,000 ആക്കി ഉയർത്തണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരം നടത്തിയത്. രാപ്പകൽ സമരമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ നടത്തിയിരുന്നത്. പക്ഷേ അന്ന് ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ധനമന്ത്രി ഇടപെട്ടാണ് പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തിയത്. 3 മാസത്തിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാം, സമരം അവസാനിപ്പിക്കണമെന്നതായിരുന്നു ധനമന്ത്രി ഇവരോട് ആവശ്യപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതിയാണ് 3 മാസം കഴിഞ്ഞത്. പക്ഷേ ദിവസം ഇത്രയും പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു തരത്തിലുള്ള നിലപാട് അറിയിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇവരുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ പോലും നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നിവർ 3 മാസത്തിന് ശേഷം വീണ്ടും ചോദിച്ചു. പക്ഷേ അതിൽ പോലും ഒരു മറുപടി സർക്കാർ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അംഗനവാടി ജീവനക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശമ്പളത്തിൽ, തുച്ഛമായ ശമ്പളത്തിൽ ഒരു കാരണവശാലും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. സർക്കാർ പരിഗണിച്ചില്ല എങ്കിൽ വീണ്ടും സമരവുമായി മുന്നോട്ടേക്ക് പോകേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ അംഗനവാടി ജീവനക്കാരൊക്കെ തന്നെയും ഇപ്പോൾ പറയുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് സ്വാന്തന സാജുവാണ്.